വേണു ബി നായർ എന്ന ഒരു ഡയറക്ടർ ഒരു സിനിമ, സിറ്റി പോലീസ് എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. കലു ഡെന്നിസ് ആണ് ആ ഒരു സിനിമ എഴുതുന്നത്. അപ്പൊ ആ ഒരു സിനിമയിൽ സുരേഷ് ഗോപി, കക്കരവി, അദ്ദേഹം ഒരു നല്ല റോൾ അതിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സിനിമ കുറെ കാലം മുമ്പ് കണ്ടിട്ടാണ്, സിറ്റി പോലീസ്. സിറ്റി പോലീസ് അതിൽ സുരേഷ് ഗോപി ഒരു പോലീസ് എനിക്ക് തോന്നുന്നു ഒരു മന്ത്രിനെ കൊന്ന ശേഷം ഓടി വരുന്നതും, എന്നിട്ട് ഒരു പോലീസ് ഓഫീസറുടെ വീട്ടിൽ തന്നെ ഒളിച്ച് താമസിക്കുന്നതും, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി താമസിക്കുന്നതും, അങ്ങനെ എന്തോണം അതിന്റെ ഒരു കഥ ഞാൻ കുറെ മുമ്പ് കണ്ടിട്ടുള്ള. അപ്പൊ ആ സിനിമയുടെ ഒരു ഭൂരിഭാഗം സീനുകളും ഒരു വീടിന്റെ അകത്താണ്. അപ്പൊ കലു ഡെന്നിസ് ആണ് എഴുതുന്നത്. അപ്പൊ ഈ സമയത്ത് സുരേഷ് ഗോപിയുടെ തലസ്ഥാനം ഒക്കെ കഴിഞ്ഞു, ഏകലവ്യനും ഇറങ്ങി അത്യാവശ്യം പേര് കിട്ടി, അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയമാണ്. എന്തായാലും സുരേഷ് ഗോപി വന്നിട്ട് അതിൽ കുറച്ച് സജഷൻസ് ഒക്കെ സ്ക്രിപ്റ്റിൽ എന്തോ പറയുകയോ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അപ്പൊ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കമൊക്കെ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, അതായത് എഴുത്തുകാരൻ കലു ഡെന്നിസും സുരേഷ് ഗോപി. അപ്പൊ എന്തായാലും സിറ്റി പോലീസിന്റെ സമയത്ത് ഇവർ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് സിറ്റി പോലീസ് തീർത്തു. ആ ഒരു സമയത്ത് തന്നെയാണ് കർപ്പൂര ദീപം എന്ന ഒരു സിനിമയും പ്ലാൻ ചെയ്യുന്നത്. അത് ജോർജ് ഗിത്തു എന്ന ഡയറക്ടർ. അതിനു മുമ്പ് ആധാരം എന്നൊരു സിനിമയൊക്കെ ഇറങ്ങി ഹിറ്റായി നിൽക്കുകയാണ്. അപ്പൊ അതൊരു ഫീമെയിൽ സെൻട്രിക് ഒരു സിനിമ പോലെ, അങ്ങനത്തെ ഒരു കഥയാണത്. സുരേഷ് ഗോപി ഉർവശിയുമാണ്. അപ്പൊ സുരേഷ് ഗോപി അപ്പുറത്ത് ഈ പറയുന്ന തലസ്ഥാനവും ഏകലവ്യനും ഒക്കെ ഹിറ്റായതിന്റെ ആയിരിക്കും സുരേഷ് ഗോപി വന്നിട്ട് അതിൽ കുറച്ച് സജഷൻസ് ഒക്കെ വെച്ചു. എന്നിട്ട് പറഞ്ഞ സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ പേരിൽ ഇവർ തമ്മിൽ ഒന്ന് തർക്കമായി. എഴുത്തുകാരും കലു ഡെന്നിസും അല്ലെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ തമ്മിൽ തർക്കമൊക്കെ. എന്തായാലും സുരേഷ് ഗോപി ആ സിനിമയിൽ അഭിനയിക്കാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി, എന്റെ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ആ സിനിമ അവിടെ ഡ്രോപ്പായി. അപ്പൊ ഈ ഒരു വാശി പുറത്താണ് അന്ന് അമ്മ സംഘടന രൂപീകരിച്ചിട്ടില്ല. അപ്പൊ ഇവർ പറഞ്ഞു നമുക്ക് ടെക്നീഷ്യൻസിന് വേണ്ടി, അതായത് ഇവരന്ന് എഴുത്തുകാർക്ക് വേണ്ടി ഒരു സംഘടന, നമ്മുടെ ഇങ്ങനെ സ്ക്രിപ്റ്റിൽ താരങ്ങളൊന്നും ഇടപെടാൻ പാടില്ല, എഴുത്തുകാർക്ക് വേണ്ടി ഒരു സംഘടന തുടങ്ങണം എന്ന പേരിൽ ഡെന്നിസ് ജോസഫും കലു ഡെന്നിസ് ഡെന്നിസ് ജോസഫിനെ പോയി കാണുന്നു. ഡെന്നിസ് ജോസഫ് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് സംവിധായകൻ ജോഷി പോയി കാണുമ്പോൾ അദ്ദേഹമാണ് പറയുന്നത്, ഇത് എഴുത്തുകാർ മാത്രമല്ല, നമുക്ക് സംവിധായകരും ക്യാമറമാനും എല്ലാ ടെക്നീഷ്യൻസിനെയും കൂടി ഉൾപ്പെടുത്തി ഒരു സംഘടന തുടങ്ങാം. അങ്ങനെയാണ് മാക്ട എന്ന സംഘടന തുടങ്ങുന്നത്.